നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഠാണാവിൽ സമാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് ചാക്കോ, MR ഷാജു, സതീഷ് വിമലൻ, ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി ഡോഗ് ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് നഗരസഭയിലെ 1-ാം വാർഡായ മൂർക്കനാട് കണ്ടെത്തിയ സ്ഥലത്തിൽ ആശങ്കയറിയിച്ച് പ്രദേശവാസികൾ നിവേദനം നൽകി. 300ഓളം പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം മുനിസിപ്പൽ കൗൺസിലർ വിഷ്ണു പ്രഭാകരന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സന് കൈമാറി. കരുവന്നൂർ പുഴയോട് ചേർന്ന് കിടക്കുന്നതും എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്നതുമായ ജനവാസ മേഖലയോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഡോഗ് ഷെൽട്ടർ നിർമ്മിക്കാൻ കണ്ടെത്തിയിട്ടുള്ളതെന്നും ഷെൽട്ടർ വരുന്നതോടെ വലിയ തോതിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും പ്രദേശവാസികൾ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്നും ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ പറഞ്ഞു. വിഷയം പരിശോധിക്കുമെന്നും അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും നിവേദനം സ്വീകരിച്ച ശേഷം ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. വിഷയത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച ശേഷമേ നിർദ്ദിഷ്ട സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ നിർമ്മിക്കുകയുള്ളൂവെന്ന് വാർഡ് കൗൺസിലർ കൂടിയായ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ പറഞ്ഞു. ഓരോ വാർഡിൽ നിന്നും കൊണ്ടുവരുന്ന നായ്ക്കളെ ഡോക്ടറുടെ നേതൃത്വത്തിൽ വന്ധീകരണം നടത്തിയാണ് ഷെൽട്ടറിൽ പാർപ്പിക്കുക. നിർദ്ദിഷ്ട കാലയളവിന് ശേഷം പ്രത്യേക ടാഗ് ധരിപ്പിച്ച് ഇവയെ തുറന്നുവിടുകയാണ് ചെയ്യുക. ഇതിനായി കെയർടേക്കറുടെ സേവനം പ്രയോജനപ്പെടുത്തും. എന്നാൽ വിഷയം രാഷ്ട്രീയമായി വളച്ചൊടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ചിന്താ ധർമ്മരാജൻ പറഞ്ഞു. തെരുവുനായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു മെമ്മോറണ്ടല്ല കൊടുത്തത്. അടിവരയിട്ട് പറയുന്നു, തെരുവുനായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതിനെതിരല്ല ഈ ജനകീയ കൂട്ടായ്മ. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം, ഏറ്റവും വലിയ തണ്ണീർത്തടമുള്ള കരുവന്നൂർ പുഴയുടെ തീരത്ത് ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് എല്ലാ വർഷവും കഴിഞ്ഞ 2025 വരെ വെള്ളം കയറിയ പ്രദേശത്താണ് തെരുവുനായ്ക്കളുടെ ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള സ്ഥലം നഗരസഭ കണ്ടെത്തിയത്. തെരുവുനായ്ക്കളുടെ ഷെൽട്ടർ വെള്ളം കയറിയ എല്ലാ വർഷവും വെള്ളം കയറുന്നൊരു പ്രദേശത്ത് വരുമ്പോൾ, ഒരു വയൽ ഭൂമിയായി കിടക്കുന്നൊരു പ്രദേശം, ഇൻവെർട്ടഡ് കോമ, അത്തരമൊരു പ്രദേശത്ത് വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. കക്കേരി ഉന്നതി ഉൾപ്പെടെ ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ആ മേഖല. ജനസാന്ദ്രത കൂടിയ മേഖലയിലെ ആളുകൾക്ക് സ്വാഭാവികമായി ആരോഗ്യപരമായിട്ട് സമാധാനപരമായ ജീവിതം, ഇതിൻ്റെ വേസ്റ്റ് തുടങ്ങി എല്ലാ നിലയിലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക മാന്യമായൊരു മെമ്മോറണ്ടം തയ്യാറാക്കി ബഹുമാനപ്പെട്ട ചെയർമാൻ കൊടുക്കുന്നതിനാണ് ജനകീയ കൂട്ടായ്മ വന്നത്. ഒരു കാര്യം,
ഇനി UDF ഭരണസമിതി ചെയർമാൻ ഇത് LDF കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ എന്തോ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധമാണ്, ഞാൻ കൂട്ടുന്ന ഒരാളാണ്, ഇത് പച്ചക്കള്ളമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത് LDF പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഒരു അത്തരം പ്രതിഷേധങ്ങളല്ല. ഇത് സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രദേശത്തെ ജനങ്ങൾ 300-ലധികം വരുന്ന ആളുകൾ ഒപ്പിട്ട് അവരുടെ ആശങ്കയാണ് മെമ്മോറാണ്ടമായി കൊടുക്കുന്നത്. ഞങ്ങളിപ്പോഴും പറയുന്നു ഷെൽട്ടർ വരണം, ഉയർന്ന പ്രദേശത്ത് അതിന് സാധ്യമായൊരു ഭൂമിയിൽ തെരുവ് നായ്ക്കളുടെ ഷെൽട്ടർ കൊണ്ടുവരണം എന്നുള്ളതാണ് ജനകീയ കൂട്ടായ്മയുടെയും കൗൺസിലറുടെയും ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ വ്യക്തിപരമായിട്ടുള്ള അതിൻ്റെ ഒരു തീരുമാനം. 500-1000 വരുന്ന നായ്ക്കളെ കൊണ്ടുവരുന്ന ഒരു ഷെൽട്ടർ എന്നുള്ളത് ബഹുമാനപ്പെട്ട ചെയർമാൻ ആദ്യം മനസ്സിലാക്കണം. ജനങ്ങൾ അവരുടെ ആശങ്കയാണ് ചെയർമാനോട് പറയുന്നത്, അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം മെമ്മോറാണ്ടം കൊടുക്കുമ്പോഴും ഇത് കൊണ്ടുവരും എന്നുള്ള സമീപനമാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് ശരിയല്ല. അവിടെ ജനകീയമായ സമരം ഉണ്ടാവും, പൊളിറ്റിക്കലല്ല, രാഷ്ട്രീയമല്ല, ജനകീയമായ സമരങ്ങൾ ആ പ്രദേശത്തുണ്ട്. അത് ഈ പ്രദേശം എന്ന് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ പ്രതിദാനം ചെയ്യുന്ന വാർഡ് കൂടിയാണ് 1-ാം വാർഡ്. വൈസ് ചെയർപേഴ്സൺ ഒരു മുൻധാരണയോടുകൂടി അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചിരുന്നില്ല. വൈസ് ചെയർപേഴ്സൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും ഇത് അറിയുന്നത് മാതൃഭൂമിയിൽ വരുന്ന പത്രവാർത്തയെ കണ്ടിട്ടാണ് അറിയുന്നത്. ഇങ്ങനൊരു ഷെൽട്ടർ അവിടെ വരുന്നത് ജനങ്ങളെ വിളിച്ച് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. ഇങ്ങനൊരു ഷെൽട്ടർ കൊണ്ടുവരുന്നു, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മാലിന്യ സംസ്കരണം നടക്കുമെങ്കിൽ അങ്ങനെ നടക്കും, നമ്മളെല്ലാവരും ഒരുമിച്ച് നീങ്ങല്ലേ എന്ന് മാന്യമായി പറയാം. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഇതിലെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബഡ്ജറ്റിൽ വകയിരുത്തി വെച്ചു. വകയിരുത്തിക്കൊണ്ട് കാര്യമല്ലോ. ഷെൽട്ടറുകൾ നോക്കാൻ പോയി അതിനെക്കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചു. പല സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തന്നു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ചെയർമാനും ഒക്കെ പോയി നോക്കിയിരുന്നു. ചില സ്ഥലങ്ങളിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ് പേപ്പർ വർക്ക് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നിന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരാൾ പറയുന്നത് നമുക്ക് തരാൻ കുഴപ്പമില്ല എന്നാണ്. അപ്പം അങ്ങനെ ചെയർമാൻ പോയി നോക്കരുത്, ഇതൊന്നും പ്രാരംഭ നടപടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു, സ്ഥലം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു വെള്ളം കയറുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ആ റോഡിൽ വെള്ളം വരുമ്പോൾ ഇവിടെ വെള്ളം വരും. അപ്പോൾ അതിനെന്തെങ്കിലും സംവിധാനം, ഞാൻ മാത്രമല്ല ടെക്നിക്കൽ സെക്ഷനിലുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സ്ഥലം 30 സെൻറ്റ് സ്ഥലമുണ്ട്, അത് മതി. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന പരത്തിയിരിക്കുന്നൊരു ഇത് പറയുന്നത് വെച്ചാൽ 2000 പട്ടീനെ അവിടെ കൊണ്ടിടും. ഇതിൻ്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, ആകെ മലിനാവുന്നു. ഇതെന്താ ഞാൻ ഒരു തമാശ രൂപയാണ് ചോദിക്കുന്നത്, ഇത് തീപ്പെട്ടിയിൽ കൊള്ളി നിറയ്ക്കുന്ന പോലെയാണോ? ഇത്രയും 2000 പട്ടീനെ 30 സെൻറ്റിൽ കൊണ്ടിടാൻ ഒരു പട്ടിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടികൾ അവിടെ സ്ഥാപിക്കുന്നത്. പിന്നെ തന്നെയല്ല വന്ധീകരണം, വംശം വർദ്ധിക്കാണ്ടിരിക്കാനുള്ള ഒരു വന്ധീകരണ ശസ്ത്രക്രിയ ഡോക്ടർ ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ സ്ഥാപിക്കുന്നത്. ഡോക്ടർ ഉണ്ട് ഇതിൽ, ഡോക്ടർ വന്ന് കണ്ട് ഡോക്ടറെ ഞങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളിതിന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ഇവർ പറഞ്ഞൊരു അസംബന്ധം എന്ന് വെച്ചാൽ ഹോട്ടൽ വേസ്റ്റാണ് പട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിനൊരു കെയർ ടേക്കർ ഉണ്ട് ഇവരെ നോക്കാനായിട്ട്, ഇവരെ ഭക്ഷണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഹോട്ടൽ വേസ്റ്റ് കൊണ്ട് പട്ടിക കൊടുക്കാൻ. അത് ഇത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന ജീവനക്കാർ? ഞങ്ങൾക്ക് ഈ പട്ടീനെ നോക്കുന്നത് തന്നെ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ നോക്കണം. എന്താ വെച്ചാൽ അവർക്കൊരു അസുഖം വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എന്നോട് പരാതി നേരിട്ട് ചോദിച്ചോട് ഞാൻ പറഞ്ഞു 10 പട്ടി 1-ാം വാർഡിലുണ്ട്, നായിൻ്റെ. ഈ നായനെ ബന്ധീകരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം? ആ സമയം മനുഷ്യരായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലേ. ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 10 ദിവസം 20 ദിവസം നോക്കണം. ഞാൻ ഈ 10 പട്ടി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരട്ടെ, നിങ്ങൾ നോക്കിയിട്ട് വിടുമെന്ന് ചോദിച്ചു. എനിക്ക് പറ്റില്ല എന്നാണ്. ഇപ്പുറത്ത് ചുറ്റെൻ്റെ ആളുണ്ട്, ചുറ്റും ആൾക്കാരോട് ഞങ്ങൾക്കും പറ്റില്ല. പിന്നെ ഈ പട്ടീനെ ഞാൻ എന്ത് ചെയ്യും? അതിനൊരാൾ സ്ഥലം തന്നു, അതിനെ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വിടുന്നു. അതിക്കൊരു ടാഗ് ഇട്ടിട്ട് ഞങ്ങൾ വിടുക. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുക, വെറുതെ അസൂയ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യാപാര ഓഡിറ്റോറിയത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി എബിൻ വെള്ളാനിക്കാരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ VJ അനിൽകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വനിതാ വിംഗ് നിയോജകമണ്ഡലം ചെയർപേഴ്സൺ സുനിത ഹരിദാസ്, യൂത്ത് വിംഗ് നിയോജകമണ്ഡലം ചെയർമാൻ ജോമോൻ പേങ്ങിപ്പറമ്പിൽ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ബേബി ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിഷോൺ ജോസ്,
വൈസ് പ്രസിഡന്റുമാരായ TV ആന്റോ, മണി മേനോൻ, PV നോബിൾ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷൈജോ ജോസ്, ഡീൻ ഷഹീദ്, KR ബൈജു എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒപ്പം ജൈത്രയാത്ര നടത്തുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരിഞ്ഞാലക്കുട യൂണിറ്റ് എന്ന് പറയാൻ ജില്ലയിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ശക്തമായി പ്രവർത്തിക്കുന്ന യൂണിറ്റാണ് എന്ന നിലയ്ക്ക് നിങ്ങളെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇരിഞ്ഞാലക്കുട യൂണിറ്റ് നമ്മുടെ ജില്ലയുടെ മധ്യഭാഗത്തുള്ള ശക്തമായ യൂണിറ്റാണ്. ആദ്യകാലത്ത് തന്നെ മറ്റ് യൂണിറ്റുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. ഈ വ്യാപാര തന്നെ എന്റെ മകൾ ഉദാഹരണമാണ്. അക്കാലത്ത് ഇങ്ങനെ ഒരു വ്യാപാര ഭവൻ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും കാലഘട്ടത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും ഈ പൊതുയോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യാപാര മേഖലയെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും, കണക്കുകൾ അവതരിപ്പിക്കും. അത് അവതരിപ്പിച്ചതിന് ഏകദേശം ഒരു കാലഘട്ടം. ഞാൻ നിങ്ങളോട് ചോദ്യം, നമ്മുടെ പാരമ്പര്യ വ്യാപാരം, ട്രഡീഷണൽ വ്യാപാരം, അതിന്റെ നിലവിലുള്ള അവസ്ഥയുണ്ട്, ഭാവിയുണ്ട്. ഇതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. നമ്മുടെ കച്ചവടത്തിന്റെ ഭാവി. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠം ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീലക്ഷ്മി നരസിംഹ ധന്വന്തരി മഹായജ്ഞത്തിന് തുടക്കമായി. ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ച മഹായജ്ഞത്തിന് പ്രശസ്ത തന്ത്രി ശ്രേഷ്ഠൻ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടും പത്നി ശ്രീകലാ ഭട്ടതിരിപ്പാടും ചേർന്ന് ദീപപ്രോജ്വലനം നിർവഹിച്ചു. ആലുവ തന്ത്ര വിദ്യാപീഠം പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി ആദിത്യ സ്വരൂപാനന്ദപുരി, ആചാര്യ സേതുമാധവ് ജി, മേജർ ജനറൽ P. വിവേകാനന്ദൻ, ജയരാജ് മിത്ര, വിജി തമ്പി എന്നിവർ ആശംസകൾ നേർന്നു. K. രാധാകൃഷ്ണൻ സ്വാഗതവും പത്മ വിവേകാനന്ദൻ നന്ദിയും പറഞ്ഞു. ഈ മഹായുദ്ധത്തിന് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് ചെമ്മണ്ട എന്നുള്ള ഒരു സ്ഥലം ഉണ്ട്. അവിടെ ഒരു പുരാതനമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഉണ്ട്. അതിന്റെ പുനരുദ്ധാരണം ഒക്കെ നടക്കുന്നു എന്നുള്ളത് ജൂൺ 2023 മുൻപ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ജൂൺ 2023 ഒരു യൂട്യൂബ് വീഡിയോ വഴിയാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ആദ്യം അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം വളരെ വിചിത്രമായിട്ട് ഒരു സ്വപ്നത്തിൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടണമെന്നും ഈ ക്ഷേത്രവുമായിട്ട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ യോഗദാനം ഉണ്ടാവണമെന്നും ഒക്കെ ആ രീതിയിലുള്ള ഒരു സ്വപ്നം ആണ് അനുഭവിച്ചത് ജൂൺ 2023. അപ്പൊ അത് കഴിഞ്ഞാണ് വിശദമായിട്ട് ചെമ്മണ്ട എവിടെയാണ്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ള ഒരു ഗോശാല ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞതും ക്ഷേത്രവും ഗോശാലയും സന്ദർശിക്കാനായിട്ട് ഡിസംബർ 2023 ആദ്യം ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഗോശാല നടത്തുന്ന ജയേട്ടനായിട്ട് ബന്ധപ്പെടാൻ പറ്റി, അദ്ദേഹത്തിനെ കാണാൻ പറ്റി. അതിനുശേഷം എൻ്റെ 1-2 ശിഷ്യന്മാർ ഈ ഗോശാലയെ കുറിച്ച് എന്നിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞ് അവർ വരികയുണ്ടായി.
അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഈ ഗോശാല സന്ദർശിക്കാനായിട്ടുള്ള അവസരമുണ്ടായി. ഇരിങ്ങാലക്കുട ശ്രീ വിശ്വനാഥപുരം ടെമ്പിൾ റോഡിൽ പൊയ്യാറ പ്രഭാകരൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതയായ പ്രസന്ന ഭാര്യയും പിങ്കി, പ്രിവ്യ എന്നിവർ മക്കളുമാണ്. ഉണ്ണികൃഷ്ണൻ, സഞ്ജിത്ത് എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.